ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യാപാര മേഖല പുതിയ ദിശയിലേക്ക് ഉയരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണ ഘട്ടം ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേര് ഉണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയതിൽ സംതൃപ്തി അറിയിച്ച് സുപ്രീംകോടതി. എന്റെ മഹത്തായ കഥ, സംസ്കാരങ്ങളും വികസനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യാപാര മേഖല പുതിയ ദിശയിലേക്ക് ഉയരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മസ്കറ്റിൽ ഇന്ത്യ ഒമാൻ വ്യാപാര ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കാൻ ഉച്ചകോടി വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, എസ് ജയശങ്കർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒമാൻ രാഷ്ട്രത്തലവൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിദ്യാർത്ഥികളുമായും ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ജോർദാൻ, എത്യോപ്യ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഒമാനിലെത്തിയത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ഇരുസഭകളിലും നടപടികൾ ആരംഭിച്ചു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് 125 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നതാണ് ബിൽ. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് പുതിയ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിന് ബിൽ വഴിയൊരുക്കും. സംസ്ഥാനത്ത് SIR-മായി ബന്ധപ്പെട്ട് വീട് തോറുമുള്ള വിവരശേഖരണ ഘട്ടം ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. വീട് തോറുമുള്ള വിവരശേഖരണം ഇന്ന് അവസാനിക്കുന്നതിനെ തുടർന്ന് ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിന്മേലുള്ള പരാതികൾ സമർപ്പിക്കാൻ ജനുവരി 22 വരെ അവസരം ലഭിക്കും. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാൻ കഴിയാതിരുന്നവർക്ക് ഈ കാലയളവിൽ ഫോം 6, നിശ്ചിത രൂപത്തിലുള്ള സത്യവാങ്മൂലം എന്നിവ നൽകി പേര് ചേർക്കാൻ അവസരം ലഭിക്കും. പ്രവാസി വോട്ടർമാരാണെങ്കിൽ ഇതിനായി ഫോം 6A ആയിരിക്കും സമർപ്പിക്കേണ്ടി വരിക. ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ലാത്തവരെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഹിയറിംഗിന് വിളിക്കും. അതിനിടെ ഇന്നലെ വൈകിട്ട് 6 മണിവരെ ഡിജിറ്റലൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,48,827 ഉയർന്നു. സംസ്ഥാനത്ത് SIR-മായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,48,827 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ. ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും 100% ഡിജിറ്റൈസേഷൻ പൂർത്തീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാറാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 15,506 സ്ത്രീകളും 13,001 പുരുഷന്മാരും ഉൾപ്പെടെ 28,507 വോട്ടർമാരാണ് കരട് വോട്ടർ പട്ടികയിലുള്ളത്. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ പ്രത്യേക തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 2026 ജനുവരി 12 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഡിസംബർ 24 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഡിസംബർ 26 സൂക്ഷ്മ പരിശോധന നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 29. വോട്ടെണ്ണൽ ജനുവരി 13. മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിൽ നടത്തും.
30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ സമാപനം. വൈകുന്നേരം നിശാഗന്ധിയിലാണ് സമാപന ചടങ്ങ്. മേളയുടെ 7ാം ദിനം 72 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. മുൻ പ്രദർശനങ്ങളിൽ സിനിമാ പ്രേമികളുടെ ഹൃദയം കീഴടക്കിയ നിരവധി ചിത്രങ്ങൾ ഇന്ന് പട്ടികയിലുണ്ട്. ജാഫർ പനാഹി സംവിധാനം ചെയ്ത ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, അലൻ ജെ പകുല സംവിധാനം ചെയ്ത ക്ലാസിക് ചിത്രം ഓൾ ദ പ്രസിഡന്റ്സ് മെൻ, ഗാരൻ നുഗ്രോഹോ സംവിധാനം ചെയ്ത ഇന്തോനേഷ്യൻ മാസ്റ്റർപീസ് സംസാര എന്നിവ ഇന്ന് പ്രദർശിപ്പിക്കും. ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ ഫുൾ പ്ലേറ്റ്, ഹെർത്താൻ ഹോം, സോങ്സ് ഓഫ് ഫോർഗോട്ടൺ ട്രീസ് എന്നിവയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ ശേഷിപ്പ്, അന്യരുടെ ആകാശങ്ങൾ, സമസ്തലോക, മോഹം, ശവപ്പെട്ടി, അംബ്രോസിയ, ചാവ് കല്യാണം എന്നിവയും ഇന്ന് പ്രദർശനത്തിനുണ്ട്. ഫീമെയിൽ ഫോക്കസ് വിഭാഗത്തിൽ നോ അതർ ചോയ്സ്, സിറാത്ത്, ഡ്രീംസ് എന്നീ ചിത്രങ്ങളും വേൾഡ് ആൻഡ് കണ്ടംപററി സിനിമയിൽ പലസ്തീൻ 36, വാജിബ്, ബീഫ് എന്നിവയും ഇന്ന് പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരും ഗവർണറും സമവായത്തിലെത്തിയതിൽ സംതൃപ്തി അറിയിച്ച് സുപ്രീംകോടതി. വിഷയം പരിഹരിക്കുന്നതിനായി വിരമിച്ച ജസ്റ്റിസ് സുധാൻഷു ധൂലിയയുടെ നേതൃത്വത്തിൽ കോടതി സമിതി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റിയുടെ ഇടപെടലിനു ശേഷവും പരിഹാരമുണ്ടാകാത്തതിനാൽ കോടതി തന്നെ നിയമനങ്ങൾ നടത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയത്. ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. എന്റെ മഹത്തായ കഥ, സംസ്കാരങ്ങളും വികസനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കുടിയേറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെ പ്രമേയം എടുത്തു കാണിക്കുന്നു. കുടിയേറ്റ അവകാശങ്ങളുടെ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിനും അവർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിനുമാണ് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടും കുടിയേറ്റക്കാരുടെ വ്യാപകമായ മുന്നേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് 2000 ഡിസംബർ 4-ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ശബരിമല സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് തുടരുന്നു. 27-ന് മണ്ഡലപൂജ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മണ്ഡലകാല സമാപനത്തിന് 8 നാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. ഇന്ന് രാവിലെ 11 വരെ 41,852 തീർത്ഥാടകർ ദർശനം നടത്തി. ഇതിൽ 4,686 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. ഈ മാസം 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. 26-ന് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കവർന്ന കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം 30 വരെ നീട്ടി. ഇതേ കേസിൽ എ പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ജാമ്യാപേക്ഷയും കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും 30-ാം തീയതി പരിഗണിക്കാൻ മാറ്റി. ജിദ്ദയിൽ നിന്ന് 160 യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് പോയ വിമാനത്തിന്റെ ടയറുകൾക്ക് കേട് സംഭവിച്ചതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. കരിപ്പൂരിൽ ഇറങ്ങേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം AX398 ആണ് വഴിതിരിച്ചുവിട്ട് കൊച്ചിയിൽ ഇറങ്ങിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ്. യാത്രക്കാരെ റോഡ് മാർഗം കോഴിക്കോട്ട് എത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി വിസ ഇളവ് കരാറിൽ ഒപ്പുവച്ച ഇന്ത്യയും സൗദി അറേബ്യയും. നയതന്ത്ര പങ്കാളിത്ത കൌൺസിലിന് കീഴിലുള്ള ഔദ്യോഗിക യാത്രകൾ സുഗമമാക്കുന്നതിനും ഉഭയകക്ഷി വിനിമയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചത്. മസാല ബോണ്ടുകൾ വഴി സമാഹരിച്ച ഫണ്ടുകളുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയും കാരണം കാണിക്കൽ നോട്ടീസുകളും അനുസരിച്ചുള്ള നടപടികൾക്ക് ഇടക്കാല സ്റ്റേ പുറപ്പെടുവിച്ച് കേരള ഹൈക്കോടതി. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ വൈസ് ചെയർമാനും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്കും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KM എബ്രഹാമും സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. റോസ്ഗാർ ആജീവിക മിഷൻ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വ്യാപാര മേഖല പുതിയ ദിശയിലേക്ക് ഉയരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീടുതോറുമുള്ള വിവരശേഖരണ ഘട്ടം ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ.
വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലെത്തിയതിൽ സംതൃപ്തി അറിയിച്ച സുപ്രീംകോടതി. എന്റെ മഹത്തായ കഥ സംസ്കാരങ്ങളും വികസനവും എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരശീല വീഴും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.